പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 118 സങ്കീർത്തനം 13 വാക്യം നിങ്ങൾക്കറിയായിരിക്കും. നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ഉരുവിടാറുള്ളതാ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി, എങ്കിലും യഹോവ എന്നെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളുടെ ജീവിതത്തിൽ ശത്രു പ്രവർത്തിക്കുമോ? പിശാചിനെ സ്വർഗം ചിലതിനായിട്ടൊക്കെ അനുവദിക്കുമോ? അനുവദിക്കും. എന്തിനാണെന്നറിയാമോ? താങ്ങുന്ന ഒരു കരം കൂടെയുണ്ടെന്ന് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ, പൈശാചിക മണ്ഡലത്തെ മനസ്സിലാക്കാൻ, ചിലത് തെളിയിക്കേണ്ടതിനാ ചില പ്രതികൂല സാഹചര്യത്തിൽ ഇത് കടന്നു പോകുവാൻ അപ്പ അനുവദിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, വീഴ്ത്തിക്കളയുവാൻ, തകർത്ത് കളയുവാൻ തക്കവണ്ണം പൈശാചിക മണ്ഡലം തള്ളി. പക്ഷേ താങ്ങുന്ന കരം അവിടെ താങ്ങി, വീഴാതെ വണ്ണം, തകർന്നു പോകാതെ വണ്ണം. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വചനം എത്രമാത്രം പ്രാവർത്തികമാകുന്നു എന്നുള്ളത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുക. അനർത്ഥങ്ങൾ വ്യസന കാരണമാകാതെ താങ്ങുന്ന ഒരു കരമുണ്ട് കേട്ടോ. വീണു പോകാതെ താങ്ങുന്ന ഒരു കരമുണ്ട്. സഹിക്കുവാൻ കഴിയാത്ത വേദനയാ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അപ്പുറത്ത് താങ്ങുന്ന ഒരു കരമുണ്ട്. നിങ്ങളെ താങ്ങുന്ന ഒരു ഭുജമുണ്ട്. ആ സാന്നിധ്യത്തിൽ നിങ്ങൾ സുരക്ഷിതമാ. നിങ്ങൾക്കോ നിങ്ങൾക്കുള്ള ഒന്നിനും ഒരു കേട് വരാതെ വണ്ണം താങ്ങുന്ന കരം പരിപാലിക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചേ. അതെ, ശത്രുവിന്റെ പദ്ധതികൾ അത് അവൻ ചെയ്തോട്ടെ, പക്ഷെ അപ്പുറത്ത് ജയം എനിക്ക്. ആ നെഞ്ചത്തോട് കൈവച്ച് പറഞ്ഞേ, എന്നെ തോൽപ്പിക്കുവാനോ തകർത്തു കളയുവാനോ പൈശാചിക മണ്ഡലത്തിന് സാധ്യമല്ല. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. അവിടുത്തെ താങ്ങുന്ന കരം എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ജയാളി. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. അങ്ങയുടെ ആ കരം, താങ്ങുന്ന കരം ഞങ്ങൾ കാണുന്നപ്പാ. ഹല്ലേലൂയ. ആ കരത്തിൽ ഞങ്ങൾ ചാരുന്നു, അതിൽ ആശ്രയിക്കുന്നു. ആ കരം ഞങ്ങളെ വിടാതെ വണ്ണം മുറുക്കെ പിടിച്ചു കൊള്ളണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ ചേർത്തണയ്ക്കണമേ. ഇപ്പോൾ തന്നെ ഉള്ളങ്ങളിൽ ധൈര്യം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിന്റെ നാമം അത് എത്ര വലുതാണെന്നുള്ള ബോധ്യം ഉള്ളങ്ങളിൽ ഇപ്പോൾ ഉണ്ടാകട്ടെ കർത്താവേ. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ് യു.